ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ദേ എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ദിവസമായിട്ട് മുടങ്ങി കിടക്കണേണ്. ഇപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസാണിത്. ഇത് പിള്ളേരുടെ വെക്കേഷൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ എൻ്റെ മുഖത്ത് തന്നെയാണ് വന്നടിക്കണേ. റൂം ഏട്ടൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ കർട്ടനൊക്കെ തുറന്നിടും. എനിക്കത് കാണുമ്പോഴേ ദേഷ്യം വരും. മൂത്തി വെട്ടടിച്ച് കഴിയുമ്പോൾ ആ ഉറക്കം അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ ദേ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റാ. ഇനി രാവിലെ പോണ കാര്യങ്ങളും മറ്റുള്ളതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ എന്താണ് രാവിലെ പിള്ളേരുടെ റൂമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാര്യം അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സുകൾ അതും ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വരെയൊക്കെ ഇട്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പിള്ളേരുടെ റൂമിലേക്ക് കയറിയേക്കണേന്. അപ്പോൾ ദേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ലൂക്കയുണ്ട് കേട്ടോ. അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഞാൻ ഒതുക്കി വെക്കണ സാധനങ്ങൾ വീണ്ടും താഴത്തേക്ക് ഇടും. പിന്നെ ഞാൻ അവനെ വഴക്ക് പറയും, വീണ്ടും ഞാൻ അതെടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇന്നെല്ലാം ഭയങ്കര മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. മടിയാണോ ക്ഷീണമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. മനഃപൂർവ്വം ജോലി ചെയ്യാതിരിക്കണമല്ല, എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം വരും എനിക്ക്. അപ്പം ഞാൻ കുറച്ച് നേരം ഹാളിൽ പോയിരുന്ന് ടി വി കാണും. അപ്പോൾ അങ്ങനെ പയ്യെയാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ റൂമിലെ ക്ലീനിങ് ഒന്നും ഇതിൽ കാണിച്ചൊന്നുമില്ല. ഈ പിള്ളേരുടെ റൂമിലാണെന്ന്. കാരണം പരീക്ഷാ സമയത്ത് ബുക്ക് വലിച്ചു വാരിയിട്ടതും ട്യൂഷന് കൊണ്ടുപോകുന്ന ബുക്സുകളും അതും ഇതും ഒക്കെ ആയിട്ട് ബാഗ് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് എല്ലാം കൂടി വലിച്ചു വാരി കിടക്കുന്ന സമയമായിരുന്നു. ഞാൻ പിള്ളേർ പരീക്ഷയുടെ സമയത്ത് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിടുമ്പോൾ ഞാനത് ഒതുക്കി വെക്കുമ്പോൾ പിറ്റേ ദിവസം അവരുടെ ഒരു ബുക്ക് മിസ്സിങ് ആണെങ്കിൽ പിന്നെ എക്സാം സമയത്ത് തപ്പി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം ഒതുക്കിയൊക്കെ വെച്ചത്. ആ റാക്കിലാണ് ബാഗുകളൊക്കെ കയറ്റി വെക്കാറുള്ളത് കേട്ടോ. ഹാൻഡ് ബാഗുകളും പിന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗ് റാക്കിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇവരുടെ റാക്കിൽ കൂടുതലും പേപ്പർ കഷ്ണങ്ങളാണ്. ഈ വെട്ടിയിരുന്ന പേപ്പറുകളാണ് കൂടുതലും. അതൊരു രക്ഷയില്ല. എന്തോരം പേപ്പേഴ്സ് ആയിരിക്കുമെന്നറിയോ ഒരു ദിവസം നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടണമെന്നാ. ഞാൻ താഴത്തൊന്നും അങ്ങനെ ഇടിയിപ്പിക്കാറില്ല. അതുകൊണ്ട് എന്നെ പേടിച്ചിട്ട് അവർ ഷെൽഫിൻ്റെ ഉള്ളിലാണ് കയറ്റി വയ്ക്കാറുള്ളത്. അപ്പോൾ ഈ ഷെൽഫാണ് ഞാൻ എപ്പോഴും ഒതുക്കാറുള്ളത്. അപ്പോൾ ഞാൻ താഴേൽ ചവറ് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർ അവിടെ കയറ്റി വയ്ക്കും എന്നെ പേടിച്ചിട്ട്. അപ്പോൾ ലൂക്ക കൊണ്ടുവന്ന് ഇട്ടേക്കണേ കേട്ടോ കുപ്പികളും കാര്യങ്ങളൊക്കെ. ഈ പെട്ടി ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ട്രിപ്പ് പോകാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. പെട്ടി മാത്രം അവിടെ ഇരിപ്പായി. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഞങ്ങളിത് ഞങ്ങളൊരു ദിവസം പോകും, അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് സാരിയൊക്കെ കയറ്റി വെച്ചേക്കണേണ്. അലമാരിയിൽ ഉപയോഗിക്കാത്ത സാരികൾ ഇങ്ങനെ വെച്ചിട്ടേ, റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ വെക്കാൻ സ്ഥലം കുറവ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് സാരികളും മറ്റും ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇട്ടട്ടാ. ഞാൻ ഇടക്ക് ഇത് കുറച്ച് നേരം അവിടെ പോയി വന്നിരുന്നിട്ട് വീണ്ടും അടിക്കണേണേ. അപ്പം ഞാൻ പിള്ളേരുടെ റൂം തുടയ്ക്കണമൊന്നുമില്ല കേട്ടോ. പൊടിയൊന്നുമില്ല. ഈ ഇങ്ങനെ വെട്ട് കഷ്ണങ്ങളും പേപ്പറുകളാണ് കൂടുതലുണ്ടായിരുന്നത്. തുടക്കുകയും കൂടി ചെയ്താൽ ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി ഞാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇട്ടതുള്ളൂ. പിന്നെ ഈ ടർക്കി കാര്യങ്ങളൊക്കെ എടുത്ത സ്ഥലത്ത് കൊണ്ടൊന്നും വെക്കൂല. അപ്പം ഞാനാണത് ഇതായിട്ട് വെക്കണത്. അപ്പോൾ ആ സമയത്ത് ഇത് രാവിലെ അടുക്കളയിലെ ഷെൽഫുകളൊക്കെ ഒതുക്കണ ദിവസമായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം ഒതുക്കി റീസെറ്റ് ചെയ്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കണ 2 ചട്ടി ഉണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് ഞാൻ ഫ്രൈങ് പാനിൽ മീൻകറി വെക്കണ എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ചട്ടി എനിക്കുണ്ട് കേട്ടോ. ചെറിയ ചട്ടിയാണ്, 2 പൊട്ടിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഈ ചട്ടിയിൽ തന്നെ മീൻകറി വെക്കണം എന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് അവളുടെ നിർദ്ദേശപ്രകാരം ഞാൻ 2 ചട്ടി വാങ്ങിയിട്ട് ഇപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിൽ കഞ്ഞിവെള്ളവും ഒരെണ്ണത്തിൽ ചായപ്പൊടി കഞ്ഞിവെള്ളവും കൂടി ഒരെണ്ണത്തിൽ കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അവളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനും ചട്ടി വാങ്ങിയത്. അപ്പോൾ ഓരോരുത്തരും എൻ്റെ കുറേ കുറവുകളൊക്കെ എനിക്ക് ഈ വീഡിയോസ് പുറത്തിടുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ കുറേയെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ ടോട്ടലി ഒന്നും കൂടി ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയ സമയമാണിത് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടല്ല, ഇതിൻ്റെ ഇടയിൽ പോയി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കണ സമയത്ത്
ടി വിയിൽ കരോക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടും. അപ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടണത് കേട്ടോ. എന്നിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് കേൾക്കും. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഒരു കാര്യം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ എപ്പോഴും എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പം മുതലല്ല, സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ ഉത്തരം കിട്ടാത്തപ്പോൾ തപ്പിപ്പിടിച്ച് വന്ന ശബ്ദമാണ്. അതിന് എനിക്ക് മാറ്റാൻ പറ്റണില്ല. അപ്പോൾ ഇനി ഞാനത് മാറ്റാൻ ശ്രമിക്കും. ഈ അപ്പോഴും ഞാൻ മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.